ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ എന്ത് കഥയല്ലോ. അങ്ങനെതാ ഇന്ന് ഫസ്റ്റ് തന്നെ ക്ലീനിങ്ങിൻ്റെ പണിയിലുണ്ട്. എനിക്ക് തീരെ സുഖമില്ല, നല്ല തലവേദന എടുക്കുന്നുണ്ട്. പിന്നെ എന്ത് ആക്കിയില്ലെങ്കിലും തിന്നില്ലെങ്കിലും സാറിലങ്ക് ക്ലീനായിട്ട് കിട്ടണം പേരിൻ്റെ ഉള്ളിൽ. അതിനെക്കൊണ്ട് എത്ര സുഖമില്ലെങ്കിലും അടിച്ചിട്ട് തുറത്താനെല്ലാം നിൽക്കുന്നു. പിന്നെ ഒരു ദിവസം ഇടവിട്ടിട്ടാണ് തുറത്തുന്നത്. ഒരു ദിവസം ഞാനും ഒരു ദിവസം ബാബിയും അങ്ങനെയായിട്ട് തുറത്തുന്നത്. മുമ്പ് ഞാൻ ഡെയിലി ഞാൻ അടിച്ചിട്ടും തുറത്തിക്കൊണ്ടേ അപ്പൊക്കെല്ലാം കയ്യാത്തിരിക്കുമ്പോഴൊക്കെ കൈ നീണ്ടാന്നില്ല. കിടന്നിട്ട് കുറച്ച് സമയം കിടന്നിട്ട് എല്ലാം എഞ്ചിരായിട്ടാണ് ഞാൻ തുറത്താൻ അടിക്കാനും പോകുന്നത്. നമുക്ക് ക്ലീനിൽ കണ്ടില്ലെങ്കിലില്ലേ ഏറെ സൂക്കേട് പിടിക്കുന്ന പോലെയാണ്. അങ്ങനെതാ ക്ലീനിങ്ങിൻ്റെ എല്ലാം പണി കഴിഞ്ഞിട്ട് പിന്നെതാ ചിക്കൻ കറി വെക്കാൻ അടിച്ചിന്. ബിയം പണിയെടുക്കാൻ വിചാരിച്ചില്ല. അതിലവിടെ കിടന്നുവെങ്കിലില്ലേ പിന്നെ എടുക്കാൻ കഴിയല്ല, കിടന്നെടുത്ത് ബാക്കിയാവും. അതിൻ്റെ ഇടയിൽ മോൻ്റെ ബുദ്ധിമുട്ടും ഉണ്ട്. അവന് വന്നിട്ടൊരുന്ന് പറഞ്ഞു. കണ്ടാവും ഓനക്ക് ഞാൻ എന്ത് പണിയിട്ടുണ്ടാകുമ്പോൾ ഇടയിൽ വന്നിട്ടൊരോന്ന് ഓനക്ക് വേണ്ടിയിട്ട് ആക്കി കൊടുക്കണം. വെറുതെ തിന്നുന്നുണ്ടെങ്കിൽ സാറിന് തിന്നാത്ത വെറുതെ ആക്കിയിട്ട് കളയേണ്ടി വരുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു ഉള്ളി കട്ടാക്കിയിട്ട് ആക്കിത്തരാം, നീ അവിടെ വെക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതാ ഓരോന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നുണ്ട്. മുട്ട എന്തിനാണ് ഈ പണിയെല്ലാം എടുക്കുന്നത്? ഓനക്ക് ഇന്ന മുട്ട ഓംപ്ലേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് മേലെല്ലാം പൊള്ളിക്കുന്ന പണി ഓനക്ക്. ഒരു ദിവസം അങ്ങനെ ആക്കിന് മുട്ട ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒന്നാകെ മുട്ടേനെ ഒഴിച്ചത്. അപ്പോൾക്ക് മേക്കെല്ലാം എണ്ണ തെറിച്ച്. അങ്ങനെ ഉള്ളിയെല്ലാം കട്ടാക്കിയിട്ട് കഴിഞ്ഞ് പിന്നെ അതാ ചിക്കൻ കൊണ്ടുവന്നിനേನು. അങ്ങനെ അതിനെ ബിയം ക്ലീൻ ആക്കിയിട്ട് എടുക്കാച്ച്. ഞാൻ കുക്കറിൽ കറി വെക്കാൻ വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ല എനിക്ക് സുഖമില്ല എന്നപ്പോൾ പെട്ടെന്ന് തീർന്നാൽ നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് കറി വെക്കുന്നത്. അങ്ങനെ ചിക്കനെല്ലാം കയറ്റി ഉള്ളിയെല്ലാം കട്ടാക്കിയിട്ട് കുക്കറിലൊക്കെ ഇടുന്നുണ്ട്. കുക്കറിലാകുമ്പോൾ അധികം ഉള്ളി എന്തും ഇതാക്കിയിട്ട് എടുക്കണ്ടല്ലോ. പെട്ടെന്ന് ഇതാക്കിയിട്ട് അതിൽ ചിക്കൻ ഇട്ടിട്ട് അടിച്ചിട്ട് വെച്ചാൽ മതിയില്ലേ. അപ്പോൾ കട റെഡി ആയിട്ട് കിട്ടും. പക്ഷേ നമുക്ക് കുക്കറിൽ വെച്ചങ്ങ് തേലാവോ, അതിനെ പോയിട്ട് വേറെ ചട്ടിക്ക് ഇടണം. പക്ഷേ ഈ പണിയൊന്ന് വേഗം കെട്ടിക്കോട്ട്, മസാല ആക്കിയിട്ട് വേഗം കെട്ടിക്കോട്ട് പറഞ്ഞിട്ടാണ് ഞാൻ കുക്കറിൽ വെക്കുന്നത്. അങ്ങനെ മസാല എല്ലാം ആക്കിയിട്ട് മുളകെല്ലാം ഇട്ടിട്ട് ചിക്കൻ ഇടുന്നുണ്ട്. അങ്ങനെ കുക്കറിന് ചട്ടിക്ക് കറി മാറ്റിയിട്ട് ചട്ടിയിൽ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഉള്ളിയെല്ലാം കട്ടാക്കിയിട്ടാകുമ്പോഴേക്കില്ലേ കണ്ണ് കത്തിയിട്ട് തലവേദന നല്ലോണമായിന്. അങ്ങനെ പിന്നെ കുറച്ച് ആവി പിടിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഇത് നല്ല ഓയിൽ ആവി പിടിക്കാൻ. അങ്ങനെ ആവിയെല്ലാം പിടിച്ചിട്ടായിട്ട് നോമ്പ് തുറക്കുന്ന സമയമായി. അങ്ങനെ നമ്മൾ നോമ്പെല്ലാം തുറന്നപ്പോൾ ഓക്കെ.